ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരിലുമുള്ള ഒരു പ്രശ്നമാണ് മടി. ഈ മടി എന്നത് നമ്മുടെ എക്സാമിനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റി നമുക്ക് നമ്മുടെ ബ്രെയിനെ എഫിഷ്യൻ്റായിട്ട് കൊണ്ടുവരാം, നന്നായിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതിന് ഒരു 8 ടിപ്സാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ടിപ്പാണ് പ്രയോറിറ്റി. നമ്മുടെ സ്റ്റഡീസിന് വളരെയധികം ഒന്നാം സ്ഥാനം തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ പ്രയോറിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തേതാണ് റെഗുലർ അറ്റൻഡിങ്. നമ്മൾ ജീനിയസിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവരൊക്കെ എന്നും ക്ലാസ്സിലുണ്ടാവും. അപ്പം ഈ ക്ലാസ് ടോപ്പർ ആവാനായിട്ട് എന്നും നമ്മൾ ക്ലാസ്സിൽ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തേതാണ് ഗോൾ. നമ്മൾ എന്തിന് പഠിക്കുന്നു, എന്തിനു വേണ്ടി പഠിക്കുന്നു എന്നുള്ളൊരു ഗോൾ സൃഷ്ടിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഇതുവരെ ഗോൾ സൃഷ്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് സൃഷ്ടിക്കുക തന്നെ വേണം. പിന്നെ ആ ഗോളിൽ നിന്ന് നമ്മൾ മുന്നേറുക തന്നെ വേണം. യെസ്. നാലാമത്തെ പോയിൻ്റാണ് സേ നോ ടു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്ന് പരതി പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പോർഷൻസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല. സോ സേ നോ ടു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ. അഞ്ചാമത്താണ് ഡൗട്ട് ക്ലിയറിങ്. നമ്മളെല്ലാവരും മടി കാണിക്കുന്ന ഒരു കാര്യമാണ് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ. നമ്മൾ ഏതൊരു ടോപ്പിക്കാണോ നമുക്ക് ഡൗട്ട് വരുന്നത് അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് വേണം മുന്നോട്ട് പഠിക്കാനായിട്ട്. അതാണ് ടോപ്പേഴ്സിൻ്റെ അടുത്തൊരു ടിപ്പ്. ആറാമത്തേതാണ് മേക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. നമ്മളൊരു നല്ല ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരണം. എന്ന് വെച്ചാൽ നമ്മൾ നല്ല ഫുഡുകൾ കഴിക്കില്ല, നല്ല എക്സസൈസ് ചെയ്യില്ല, പിന്നെ നല്ല യോഗയിലൊക്കെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. ഏഴാമത്തെ പോയിൻ്റാണ് ലേൺ ഫോർ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. നമ്മൾ എത്രത്തോളം പഠിക്കുന്നു അതിനനുസരിച്ച് തന്നെ നമ്മൾ ബ്രേക്ക് എടുക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കട്ടെ, നല്ല ഡാൻസ് കളിച്ചിട്ടോ എന്ത് വേണം, നമ്മൾക്ക് ഇഷ്ടമുള്ള എന്ത് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ബ്രേക്ക് ആസ്വദനമാക്കാം. ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഈസ് റിവൈസ് റെഗുലർലി. റിവൈസ് ചെയ്യും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നത് വളരെ വളരെ നല്ല ഒരു കാര്യമാണ്. അത് നമ്മുടെ മെമ്മറി പവറിനെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും.